എന്തായാലും നമ്മൾ ഇന്നത്തെ മാച്ചിൽ വിജയത്തിന് തുല്യമായ ഒരു സമനിലയാണ് നേടിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മൾ 10 പേരായിട്ട് ചുരുങ്ങിയതുകൊണ്ടാണ്. സോ ഈ ഒരു സമനിലയിൽ നിങ്ങൾ ഹാപ്പിയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബെനാലി, യുവാൻ പെഡ്രോ ബെനാലി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കോച്ച് പറഞ്ഞ കാര്യമാണ്. എന്തായാലും അതിനോട് ചോദിച്ചു, ഈ ഒരു സമനിലയിൽ ഹാപ്പിയാണോ, ഒരു 10 പേരായിട്ട് ചുരുങ്ങി എന്നിട്ടും സമനിലയായി പോയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇത് തുടർച്ചയായിട്ട് 2 കളികൾ വിജയിച്ചുകൊണ്ട് വരുന്ന ഒരു ടീമിന് നേരെ ഒരു സമനില നേടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണെന്നാണ് യുവാൻ പെഡ്രോ ബെനാലി പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് അറിയാം, കാരണം ഏത് രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നതെന്ന്. സോ ആ ഒരു റെഡ് കാർഡ് കിട്ടിയില്ലായിരുന്നു ഒരുപക്ഷെ നമ്മൾ എന്താ കളി വിജയിച്ചു പോയേനെയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. എന്തായാലും 2 കളി ജയിച്ചുകൊണ്ട് നോക്കി പറയുകയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനും കറക്റ്റ് രീതിയിലുള്ളൊരു പ്ലേ ചെയ്യുന്നുണ്ട്. അറിയാവുന്ന ആൾ വന്ന് കോച്ച് ചെയ്തപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തായാലും അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തുടർച്ചയായിട്ട് 2 കളികൾ വിജയിച്ചുകൊണ്ട് വരുന്ന ഒരു ക്ലബിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് പാടാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു സമനില കിട്ടിയത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് യുവാൻ പെഡ്രോ ബെനാലി പറയുന്നത്. പിന്നെ നമുക്കറിയാം അവരുടെ പ്ലേയേഴ്സ് കുറച്ച് ഗ്രീഡി ആയിരുന്നു, സെൽഫിഷ് ആയിരുന്നു. സോ അതുകൊണ്ടൊക്കെയാണ് കുറച്ചുകൂടെ അവർ ഒരു ടീം പ്ലേ കളിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു മാച്ച് വിജയിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് കുറച്ച് ലക്കൂടുണ്ടായിരുന്നു, അവരുടെ കുറേയധികം ഗോൾ ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയോ പോയി എന്ന് തന്നെ പറയാം. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.